പ്രമേഹത്തിൻ്റെ ചികിത്സ എടുക്കുന്ന സമയത്ത് ചില ആളുകൾ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആയിരിക്കും. അല്ലെങ്കിൽ ഭയങ്കര പെർഫെക്റ്റ് അപ്രോച്ച് ചില ആളുകൾ ഫോളോ ചെയ്യാറുണ്ട്. അതായത് ഞാൻ കറക്റ്റായിട്ട് ഈ വാല്യൂവിൻ്റെ താഴെ കൊണ്ടുവരും. ഞാൻ കറക്റ്റായിട്ട് ഇത്ര ഡോസിൽ മരുന്ന് കഴിക്കും. ഞാൻ ഫുഡ് ഇത്ര മാത്രമേ കഴിക്കൂ. അങ്ങനെ വളരെ പെർഫെക്റ്റായിട്ട് ഷുഗറിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് പോവാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ യങ് ഏജ് നമുക്ക് പ്രായം കുറവുള്ള ആളാണ്, നമ്മൾ ഫിസിക്കലി ഒക്കെ ഓക്കെ ആയിട്ടുള്ള ആളാണെങ്കിൽ ഇത് വളരെ നല്ലതാണ്. പക്ഷേ നിങ്ങളെ വീട്ടിൽ ഒരു ഒരു 60ഓ 70ഓ വയസ്സ് ഒരുപാട് പ്രായം കൂടിയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ ലിവറിനോ കിഡ്നിക്കോ അസുഖമുള്ള ഒരാളുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ചെയ്യുന്ന പോലെ അവരെയും ഇത്ര പെർഫെക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരിക്കലും അവരെ ഷുഗറിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യരുത്. കാരണം പ്രായം ഇല്ല ആളുകൾ അത് ചില 70, 80 പല ഏജും പറയാം. ഡിപ്പെൻസ് അവരുടെ ആരോഗ്യത്തിനനുസരിച്ച് ആളുകൾക്ക് ഷുഗർ കുറഞ്ഞു പോകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അതായത് ഇപ്പോൾ സാധാരണ ഒരു 20ഓ 30ഓ വയസ്സുള്ള ആളെ പോലെയല്ല. ഒരു 70, 80 വയസ്സുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഭക്ഷണം കഴിക്കുന്നതൊക്കെ വേരിയബിൾ ആയിരിക്കും. ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ കഴിക്കുന്ന അളവ് കുറവായിരിക്കും. അപ്പോൾ അത്തരം ആളുകൾക്ക് ഷുഗർ സ്ട്രിക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഡോസിൽ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ ഷുഗർ പെട്ടെന്ന് കുറഞ്ഞു പോയിട്ട് അവർ ചിലപ്പോൾ ബാത്റൂമിലൊക്കെ വീണ് പോവുക, തലയിടിക്കുക, അല്ലെങ്കിൽ ഷുഗർ കുറഞ്ഞു പോയിട്ട് അപസ്മാരം വരാം, കാർഡിയാക് അറസ്റ്റ് പോലത്തെ ഇഷ്യൂസ് വരാം. അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത്തരം ആളുകളെ നിങ്ങൾ നോക്കി അസസ് ചെയ്ത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ അവരെ ഷുഗർ എത്രത്തോളം കൺട്രോൾ ചെയ്യണം എന്നുള്ള തീരുമാനം നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ. മറ്റൊരു കാര്യം അത്തരം ആളുകളിൽ ശ്രദ്ധിക്കേണ്ടത്, ചെറിയ അളവിലായിരിക്കും ഭക്ഷണം കഴിക്കേണ്ടത്. അപ്പോൾ കൃത്യമായ ഇടവേളകളിൽ മെഡിസിൻസിൻ്റെ ഡോസ് ടൈട്രേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് കൂടുതലാണെങ്കിൽ കൂട്ടണം, കുറവാണെങ്കിൽ അതുപോലെ തന്നെ കുറക്കണം. അതിനൊരു മടിയും വിചാരിക്കരുത്. ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്.